ദ ലോർഡ്. ആവേ മരിയ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുട്ടികളാണ്. ഒരാൾ വരാൻ സാധിച്ചില്ല. ഞാൻ 2023 മുതൽ ഉടമ്പടിയിലാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഒരു സാക്ഷ്യം ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ്. എനിക്ക് ഈ ഒരു വർഷം കാലയളവിൽ കൃപാസന മാതാവിൽ കൂടി കിട്ടിയ ബ്ലെസ്സിങ്സിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യത്തെ ടെസ്റ്റ് മണി എന്ന് പറയുന്നത് എനിക്ക് ഒരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫ് കിട്ടി എന്നുള്ളതാണ്. ദിവസവും പതിവ് കുർബാന മുടക്കാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നതും, 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരവും, പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നതും, കാരുണ്യപ്രവൃത്തിയൊക്കെ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയത് ഉടമ്പടി എടുത്ത പിന്നെയാണ്. ഇതിനു മുമ്പ് പല ധ്യാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ധ്യാനങ്ങളിലും പറയുന്നതാണെങ്കിലും എനിക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടമ്പടിയിൽ കൂടി കഴിഞ്ഞ 2.5 വർഷമായിട്ട് എനിക്ക് ഈ 3-4 കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ്, മുടക്കം കൂടാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യവും എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. പിന്നെ രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് ജോലിയിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഞാനൊരു IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2021 കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാനൊരു UK ബേസ്ഡ് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ നല്ല ഒരു വർക്ക് എൻവയൺമെൻറ്റും നല്ല ക്ലയൻസും വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഒക്കെയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത്. ഇപ്പോഴും ആ പ്രോജക്റ്റിൽ ഞാനിവിടെ എപ്പോഴും വരുമ്പോൾ മാതാവിനോട് പറയുന്ന കാര്യമാണ് എന്നെ ആ ഒരു ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇടവരുത്തണമെന്ന്. അങ്ങനെ ഇരിക്കെ 2024 ജൂണിൽ ഞങ്ങളുടെ ടീമിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. 2024 ജൂണിൽ അപ്പർ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ഞങ്ങളുടെ ക്ലയൻറ്റ് ഞങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മളെല്ലാ 8 പേരും വേറെ പ്രോജക്റ്റിലേക്ക് മാറേണ്ടി വരും. വേറെ പ്രോജക്റ്റിലേക്ക് മാറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ നല്ലൊരു വർക്ക് കൾച്ചർ ആയിരിക്കണം എന്നില്ല. എല്ലാ ദിവസവും ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ വെച്ച് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഓഫീസിൽ ചെല്ലാനായിട്ട്. എനിക്ക് ഇങ്ങനെ മാനേജേഴ്സ് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഉടമ്പടിയിൽ വെച്ച നിയോഗമായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ ആ ക്ലയൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വന്നപ്പം ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുകയാണ്. എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 6 പേരും വേറെ പ്രോജക്റ്റിലേക്ക് പോവുകയും 2 പേരെ മാത്രം റിട്ടേൺ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അത് മാതാവിൻ്റെ ഈശോയുടെ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹമാണ്. മോൻ്റെ പേര് അലൻ. അവൻ സിംഗപ്പൂരാണ് എൻജിനീയറിംഗ് പഠിക്കുന്നത്. സിംഗപ്പൂർ 2nd ഇയർ എൻജിനീയറിംഗ് ഇപ്പം കഴിഞ്ഞു. ഇനി 3rd ഇയറിലേക്ക് പോകുന്നു. അപ്പം ഈ 2nd ഇയറും 3rd ഇയറും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പം 3 മാസം അവർക്ക് വെക്കേഷനുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ മോന് അവിടെ ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ, സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 മാസം ഈ സെമിസ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. സാധാരണഗതിയിൽ സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നല്ലൊരു മെൻറ്ററിനെ അസൈൻ ചെയ്യണം, ഒരു പുതിയ എംപ്ലോയിനെ ഓൺബോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. ID കാർഡ്, ലാപ്ടോപ്പ് എല്ലാം ഇഷ്യൂ ചെയ്യണം. അപ്പം ഈ മോന് ഏകദേശം 60 മുതൽ 80 കമ്പനികളിൽ അപ്ലൈ ചെയ്തു. അതും നമ്മൾ അറിയുന്ന ആൾക്കാരുടെ റെഫറൻസൊക്കെ വെച്ചാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും റിജക്ഷനാണ് വന്നിരുന്നത്. ആ സമയത്താണ് ഞാനിവിടെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ നിയോഗത്തിൽ ഈ ഒരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് മാതാവ് ഒരു മാർച്ച് 29 എന്നുള്ള ഒരു ഡേറ്റും കാണിച്ചു തന്നു. അപ്പം എനിക്ക് ശരിക്കും 2-3 മാസമായിട്ട് മോൻ ട്രൈ ചെയ്യുകയാണ്, എന്നിട്ട് കിട്ടുന്നില്ല. അപ്പോഴേ ഈ 2 ആഴ്ചയും കൊണ്ട് എങ്ങനെ കിട്ടും എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഇവരുടെ ക്യാമ്പസിൽ വിസിറ്റ് ചെയ്യുന്ന HR മാനേജറിൻ്റെ ഒരു കോണ്ടാക്റ്റ് കിട്ടുകയാണ്. അത് കിട്ടിയപ്പം മോൻ കോണ്ടാക്ട് ചെയ്തപ്പം HR മാനേജർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു AI ഇൻറ്റേൺ പോസ്റ്റ് എന്നൊരു പോസ്റ്റ് ഇല്ല, പക്ഷേ വി വിൽ ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്ന ഈശോയ്ക്കൂടെ മാതാവ് തന്ന ഓപ്പർച്യൂണിറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കാറുള്ളതാണ്, മാതാവ് ജോലി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം മാർച്ച് 29 മുമ്പ് തന്നെ എല്ലാ ടെക്നിക്കൽ ഇൻ്റർവ്യൂവും HR ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ചെയ്ത് മോന് കമ്പനിയിൽ കയറാൻ പറ്റി. ഇനി ഞാൻ അവന് ഹാൻഡ് ഓവർ ചെയ്യും. Hi, my name is Alan.
and I just completed my year 2 in computer science. And ഈ internship കിട്ടിയത് it's a blessing, but it's not even my merit. ഇത് മദർ മേരിയുടെ ഗ്രേസ് ആണ്. ഇപ്പം HR ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ലൈക്ക് ഐ വുഡ് പുട്ട് കൃപാസനം ഉപ്പ് ആൻഡ് ഡ്രിങ്ക് കൃപാസനം ഹണി ഓൾസോ. പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് മൈ മെൻറ്റർ ഓൾസോ ഹി വാസ് എ ഹെഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്. അതിപ്പം ഒരു ഇൻറ്റേൺഷിപ്പിന് ലൈക്ക് ഇൻറ്റേണിന് കിട്ടാൻ ഇറ്റ്സ് വെരി റെയർ അങ്ങനത്തെ ഒരു മെൻറ്ററിന്. സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആൻഡ് സെക്കൻഡ്ലി ഞാനിപ്പം എൻ്റെ HR മാനേജറോട് ലൈക്ക് ഐ വാസ് ടോക്കിംഗ് ടു ഹിം, ആൻഡ് ദെൻ HR manager told me that you are very lucky. There was one more person who I knew who was looking for this position for a year, but he didn't get it and you got it. Then Nyan Parnu that it is God's and Mother Mary's grace. And thirdly, in the internship, like when it ended, that time my one more manager, she, as a gift to like for the end of internship, she gave me Miraculous Mary's locket. A locket actually, it is the Mother Mary that appeared in Paris. So I was very surprised that my manager, she is a Singaporean lady, she is Chinese and she is Catholic, and she just gave that to me. So that is a big blessing. The second testimony is that I wanted to talk about my accommodation. Ippom ende college year 1 and year 2 accommodation confirmed and inside the campus, and portha accommodation kettan bhayangara paada, it's very expensive. So year 3 if you join clubs you will get some points. ആ ബേസിസിലാണ് നമുക്കിപ്പം ഹോൾ കിട്ടുന്നത്. സോ എനിക്കിപ്പം 5 points ഉള്ളൂ. യു നീഡ് 7 points for hall, that means your hostel to get confirmed. But since I only had 5 points and wait ലിസ്റ്റിലായിരുന്നു, ആൻഡ് ഞാനിപ്പം ലൈറ്റ് ലാൻഡിൽ prayer request ഇട്ടു, and my mother came here to renew her covenant, and Asamitha I told her to put an intention. So my mother also put an intention along with the others. And the other kind in 1 month, not only me and the friends in them, like all of us got hall, and nobody had to struggle to find accommodation outside. Now I'll give back to Amma. അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും ഇവിടെ വെക്കുന്ന നിയോഗമാണ് എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ. ആക്ച്വലി എൻ്റെ മോളാണ് സിയ. അവൾ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ പാർക്കിൽ ഒരു ഈവനിങ്ങിൽ നടന്നു പോകുന്ന സമയത്ത് കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരോട് വർത്തമാനം പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് ആ പാത്വേയിൽ ഒരു പാമ്പ് ഉണ്ടായിരുന്നു. അപ്പം മോളിത് കണ്ടില്ല, കൂടെയുള്ള ഫ്രണ്ട് കണ്ട് അത് പേടിച്ച് പുറകോട്ട് മാറി. കൂടെയുള്ള ഫ്രണ്ട് ഈ പാമ്പിനെ കണ്ട് പേടിച്ച് മാറി. ഈ മോൾ അത് കാണാതെ തന്നെ മുമ്പോട്ട് നടന്നിരുന്നു. അപ്പം ഈ പാമ്പിനെ ഇങ്ങ് ചവിട്ടാനായിട്ട് അങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ കൂടെയുള്ള കുട്ടി ടീഷർട്ട് പിടിച്ച് പുറകോട്ട് തള്ളിയിട്ടു. അത് മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ മാതാവ് ആ കുട്ടിയിലൂടെ പ്രവർത്തിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നത് പെന്തക്കോസ്താ ദിവസമായിരുന്നു. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞാനും എൻ്റെ ആൻറ്റിയും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ അവസാനത്തെ ആ ടോക്കൺ കിട്ടുന്നിടം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലാസ്റ്റ് ടോക്കൺ കിട്ടുന്ന സമയത്ത് ഒരു ടോക്കൺ ഡിഫറൻസിൽ ഞാനും എൻ്റെ ആൻറ്റിയും 2 ബാച്ചായി പോയി. അപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് വന്നതല്ലേ, ഒരുമിച്ച് ആദ്യത്തെ ബാച്ചിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് ഒരു ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു ലേഡി വന്ന് എൻ്റെ പുറകെ തട്ടിയിട്ട് പറഞ്ഞു, ടോക്കൺ കിട്ടിയതുപോലെ തന്നെ പോയാൽ മതി, കാരണം എന്തെങ്കിലും ഒരു ദൈവനിയോഗം കാണും ഈ ടോക്കൺ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവിടെ ടോക്കൺ ഇട്ടപ്പം എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. മാതാവിനെ ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ ലേഡി എൻ്റെ പുറകെ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇത് മാതാവിനെ പിടിക്കാനുള്ള നിയോഗമാണെന്ന്. അങ്ങനെ എൻ്റെ ബാച്ചിലാണ് ആ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനെ പിടിച്ചു കഴിഞ്ഞ് തിരിച്ച് ചേച്ചിനെ തപ്പിയിട്ട് കണ്ടില്ല. മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ആക്ച്വലി എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ ബ്രദർ വെക്കേഷൻ നാട്ടിൽ വന്നപ്പം ബ്രദറിനെ കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ കാണിച്ചപ്പം ബ്രദർ ഇവിടെ വന്നു. ആദ്യം വന്നപ്പം ബ്രദറിനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ച് അവൻ ഓസ്ട്രേലിയക്ക് ചെന്ന് കഴിഞ്ഞ് അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം അവൻ പറഞ്ഞ ഒരു വേർഡാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഞാൻ ഇത്രയും നാളും
കൃപാസന മാതാവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ സിസ്റ്ററാണേലും ഡെയിലി ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കാണാറുണ്ട്. സിസ്റ്ററിലോ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫാമിലിയിലെല്ലാവരും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ പത്രപ്രവർത്തനം ഞാൻ അടുത്തുള്ള പള്ളികളിൽ എല്ലാവരോടും പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനവും ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ഓരോ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അല്ലെങ്കിൽ പ്രിസൺ മിനിസ്ട്രി, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളോട് ചേർന്ന് ഓരോ മാസവും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഫുഡ് പാക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകാറുണ്ട്. ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും ഓരോ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് സാധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.